നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 മാർച്ച് മാസം 30 1200 ആണ്ട് മീനമാസം 16 ഞായറാഴ്ച. ഇന്ന് ഞായറാഴ്ചയാണ്. പ്രപഞ്ചനാഥനായ സൂര്യൻ്റെ ദിവസമാണ്. സൂര്യനാണ് പ്രപഞ്ചത്തിൻ്റെ നാഥൻ. സൂര്യനില്ലെങ്കിൽ ഒന്നുമില്ല. ഇന്നത്തെ നക്ഷത്രം തന്നെ രേവതി നക്ഷത്രമാണ്. നക്ഷത്രങ്ങളിൽ ശരിക്ക് അവസാന നക്ഷത്രമാണ് രേവതി. രേവതിക്ക് മുകളിൽ വേറെ നക്ഷത്രമില്ല. ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതാണ് രേവതി. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമാണ്. പ്രഥമയാണ്. പ്രഥമ എന്ന് പറയുമ്പോൾ ഒരു തിഥി ആരംഭിക്കുന്ന ദിവസമാണ്. അതേപോലെ തന്നെ ശുഭ ദിനം, അതായത് ഞായറാഴ്ചയാണ്. അതേപോലെ ശുഭനക്ഷത്രമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അവധി ദിവസവും കൂടി ആയതുകൊണ്ട് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. അപ്പോൾ കുടുംബ സമേതം ഇരിക്കുന്ന ദിവസമാണ് ഏറ്റവും നല്ല മുഹൂർത്തം വരേണ്ടതെന്നാണ്. കാരണം ഒരാഴ്ചത്തെ ഭാരം എല്ലാം, അല്ലെങ്കിൽ ജോലി ഭാരം എല്ലാം ഇറക്കി വെച്ച് മനസ്സിനെ ശാന്തമാക്കി പിറ്റേ ദിവസം നമുക്ക് അടുത്ത് ഓരോ കാര്യത്തിന് ഇറങ്ങാനുള്ള ശക്തി സംഭരിക്കുന്ന ഒരു ദിവസവും കൂടിയാണ് അവധി ദിവസം. അന്ന് വീട്ടിനകത്ത് സമാധാനമില്ലായ്മയും അസ്വസ്ഥതയും ടെൻഷനും പ്രശ്നങ്ങളും ഉണ്ടായാൽ പിറ്റേ ദിവസം ആ ടെൻഷനിൽ തന്നെ നമ്മൾ യാത്ര തുടരേണ്ടി വരും. അതുകൊണ്ടാണ് കുടുംബം കൂടുമ്പോൾ അവിടെ ഇമ്പം ഉണ്ടാവണം. അപ്പോൾ കുടുംബ ഇമ്പം ഉണ്ടാവണമെങ്കിൽ അന്നത്തെ ദിവസം നല്ലതായിരിക്കണം. അപ്പോൾ ഈ ഞായറാഴ്ച നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമാണ്. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള ആൾക്കാരുടെ മീനമാസത്തിലെ രേവതി നക്ഷത്രം. നമുക്ക് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കുന്നത്. വാർഷിക ഫലത്തെ ചിന്തിക്കുകയാണ്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഐശ്വര്യപ്രദമായ ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക്. രേവതിക്കിപ്പോൾ 7 ശനിയൊക്കെ നടക്കുകയാണ്. ഒക്കെ നടക്കട്ടെ. എങ്കിൽ പോലും ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശസ്തിയും ഉയർച്ചയും ഉന്നതിയൊക്കെ ഉണ്ടാവും. കാരണം സൂര്യൻ പ്രശസ്തിയെ തരുന്നവനാണ്. വളരെ ഉയർച്ചയെ പ്രദാനം ചെയ്തു തരുന്നവനാണ്. ആ ഗ്രഹത്തിൻ്റെ കാലഘട്ടം തന്നെയാണ്. അതേപോലെ തന്നെ വളരെ പുരോഗതിയും ഉയർച്ചയ്ക്കും ഉന്നതിക്കുമൊക്കെ ഇടവരുന്ന അവസ്ഥാവിശേഷം ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഉണ്ടാവും. കാരണം എങ്കിലും സൂര്യനൊരു പ്രത്യേകതയുള്ളത് ചൂട് ഗ്രഹമാണ്. കുറച്ച് അലച്ചിലും അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നത് കൊണ്ട് നിങ്ങൾ സൂര്യഭഗവാനെ തൊഴുക, പ്രപഞ്ചനാഥനെ പ്രാർത്ഥിക്കുക. ലോകത്തെവിടെയായാലും സൂര്യനുണ്ട്. കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് രാവിലെ സൂര്യഭഗവാനെ തൊഴുതിട്ട് പോവുക. നിങ്ങൾക്ക് കിട്ടാവുന്ന ഐശ്വര്യത്തിൻ്റെ ഇരട്ടി ഐശ്വര്യം ലഭിക്കും എന്നുള്ളതിന് സംശയം വേണ്ട. ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ നല്ല ദിവസമാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഓരോ കാര്യത്തിന് ഇറങ്ങാം. കൂടുതലായിട്ട് ആളുകൾ ഞായറാഴ്ച ദിവസം ഔട്ടിങ്ങിനും അതേപോലെ വല്ല ഫംഗ്ഷനും ബന്ധുവീടുകളിലും ഒക്കെ പോകുന്ന ദിവസമായതുകൊണ്ട് നമ്മൾ വൈകുന്നേര സമയത്താണ് പുറത്ത് പോകുന്നതെങ്കിൽ രാവുകാല സമയം നോക്കി യാത്ര തിരിക്കുക. രാവുകാല സമയം എന്തുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുത്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ കലണ്ടറിലെല്ലാം രാവുകാലം, ഗുളികകാലം, യമകണ്ഠകാലമൊക്കെ എഴുതിയിരിക്കും. അതെല്ലാം അന്നത്തെ ഒരു കോമൺ ആയിട്ട് എഴുതി വയ്ക്കുകയാണ്. അത് നേരത്തെ ഇങ്ങനെ എഴുതി തയ്യാറാക്കി വെച്ച് പ്രിൻ്റ് ചെയ്യുമ്പോൾ അത് പ്രിൻ്റായിട്ട് വരുന്നതാണ്. അതെല്ലാ ഈ കലണ്ടറുകളിലും ഒരേ സമയമായിരിക്കും. പക്ഷേ നമുക്ക് ഓരോ ദിവസത്തിനനുസരിച്ച് അന്നത്തെ സൂര്യോദയത്തിനനുസരിച്ചിട്ടാണ് രാവുകാലത്തിൽ ചേഞ്ച് വരണേ. അപ്പോൾ ഇന്ന് ശരിക്ക് രാവുകാലം ആരംഭിക്കുന്നത് 4:30 മണിക്കല്ല, 5 മണി 1 മിനിറ്റ് തൊട്ട് ആരംഭിക്കും. 6 മണി 29 മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട്. അപ്പോൾ രാവുകാലം നമുക്ക് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട യാത്രയ്ക്ക് മാത്രമാണ്. രാവുകാലത്തിന് മുമ്പോ ശേഷമോ യാത്ര തുടങ്ങുക. അതുപോലെ ഒരു കാര്യത്തിനും ചെയ്യാൻ പാടില്ലാത്ത 2 ദിവസങ്ങളാണ് യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും. അതിൽ
ഇന്ന് ഗുളികകാല സമയം വരുന്നത് ശരിക്ക് 3:30 തൊട്ട് 5:01 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് ശരിക്ക് 12:29 തൊട്ട് 2 മണി വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. കാരണം ഓരോ കാര്യങ്ങൾ ആ ദിവസം വളരെ സൂക്ഷിച്ച് കൊണ്ടുപോവേണ്ടതും നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പാടില്ലാത്തതായ 2 സമയങ്ങളാണ് ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അല്ലാതെ തന്നെ മുഹൂർത്തമുള്ള ദിവസമാണ്. എന്നാലും അഭിജിത്ത് മുഹൂർത്തത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ആ ദിവസത്തിൽ തന്നെ ഏറ്റവും ശോഭനമായ സമയമായിട്ടാണ് അഭിജിത്ത് മുഹൂർത്തത്തെ പറയണേ. അഭിജിത്ത് മുഹൂർത്തം വന്നിരിക്കുന്നത് 12:05 തൊട്ട് 12:53 വരെ 48 നേരമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. ഈ സമയം ഏറ്റവും ശോഭനമാണ്. ഇന്ന് നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വീട്ടിൽ നിൽക്കുമ്പോഴും ഒക്കെ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. ശരിക്ക് താമരപ്പൂവിൻ്റെ കളറോ റോസ് കളറോ ചുടുകല്ലിൻ്റെ കളറോ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യത്തെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. ഭാഗ്യദായകമായ അവസ്ഥ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.